പുള്ളി കൊണ്ടുവരുന്ന സാധനങ്ങൾ പുള്ളി ഒളിച്ചിരുന്ന് കഴിക്കുകയും ഞാൻ കൊണ്ടുവരുന്ന സാധനങ്ങൾ പുള്ളി പരസ്യപ്പെടുത്തി പുള്ളി എടുത്ത് കഴിക്കും, ബാക്കിയുള്ളവർക്ക് കൊടുത്തു കൊടുക്കും. ഞാൻ രാവിലെ ഇട്ടിട്ട് വന്ന ടീഷർട്ട് അല്ലേ ഇത്? അമ്മയാണോ? ഏയ് എൻ്റെ അല്ലേ അമ്മ? നിങ്ങളുടെ ഇത് എന്റെയാണ്, ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ ഇട്ടിട്ട് വന്നത്, നീ കണ്ടില്ലേ? ആണോ? ഇതാണോ അമ്മ ഇട്ടുകൊണ്ട് വന്നത്? ഷേ ഞാൻ അറിഞ്ഞില്ലല്ലോ. പുള്ളിയും കഴിക്കും, പുള്ളി കൊടുത്തത് നിശ കൊണ്ടുവന്നതാ. ആ എന്നാ നല്ലതാണമ്മ, നല്ലതല്ലേ? ഒരു 10 കുരുക്ക് കുരിക്കേണ്ടായിരിക്കും. ഞങ്ങൾക്ക് കൊച്ചൊരു തലവേദന എടുക്കണില്ലേ? ആ ഫോണും കൂടെ എവിടെയെങ്കിലും കുരുക്കോടി ഇരിക്കേണ്ട. പിന്നെ തണുപ്പാണ്, ആശാദിക്ക് എപ്പോഴും തണുപ്പാണ്. എവിടെ ഇരിക്കുമ്പോഴും ഒരു കമ്പിളി വേണം. അങ്ങേര് പഠിപ്പിച്ചതാ. ഈ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുമല്ലോ, അപ്പൊ ഇവളുടെ അങ്ങനെ കൊടുത്ത് അവൾക്ക് ഇപ്പോഴും അവളുടെ വീട്ടിൽ ചെന്നാലും എന്ത് സാധനം അത് ആ ഒറ്റ പാക്കറ്റ് ആയിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ ഒറ്റ അറിയാ. ചെറിയൊരു ഗെയിമാണ്. ഇവിടെ ഉപ്പുമുളകിൽ നമ്മുടെ കൂടെ തന്നെയുള്ള 5 ആൾക്കാരുണ്ടല്ലോ, അവരെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ചെറിയ മെമ്മറി ഷെയർ ചെയ്യുക. ഒരു ഫൺ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഷെയർ ചെയ്യുക, അത്രേ ഉള്ളൂ. ബാലിച്ചേട്ടൻ. ബീച്ചേട്ടൻ നമ്മൾ ഈ കാണിക്കുന്ന കോമാളിത്തരങ്ങളും ഒന്നുമല്ല. ആളിത്തിരി സീരിയസ് ആണ്. എന്നാലും ബീച്ചേട്ടൻ ചെയ്യുന്ന ഏറ്റവും വഞ്ചന എന്താന്ന് വെച്ചാല് കോമഡി എന്നല്ല അത് പറയേണ്ടത്, വഞ്ചന എന്ന് വേണം പറയാൻ. കുടുംബകലഹം ഉണ്ടാവും. കുടുംബകലഹം ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. മിക്കവാറും വീട്ടിൽ ചെല്ലുമ്പോൾ ഗുണമോ കിട്ടുള്ളൂ. ഭാര്യ കുറച്ച് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തുവിടും. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് കുറെ എനിക്ക് ഇങ്ങനെ ഞാനെന്താ വെച്ചാൽ ഫുഡ് കുറച്ചൊക്കെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരണേ ഫുഡ്. അപ്പൊ ഞാൻ ആ മുറിയിൽ വെച്ചിരിക്കും. ഈ പുള്ളി കൊണ്ടുവരുന്ന സാധനങ്ങൾ പുള്ളി ഒളിച്ചിരുന്ന് കഴിക്കുകയും ഞാൻ കൊണ്ടുവരുന്ന സാധനങ്ങൾ പുള്ളി പരസ്യപ്പെടുത്തി പുള്ളി എടുത്ത് കഴിക്കും, ബാക്കിയുള്ളവർക്ക് കൊടുത്തു കൊടുക്കും. പുള്ളിയുടെ സാധനം പുള്ളി ഒറ്റയ്ക്കിരുന്ന് കഴിക്കുകയും ചെയ്യും. ഇത് പുള്ളിച്ചേട്ടൻ അവിടെ നിന്ന് കണ്ടാലും കേട്ടാലും പ്രശ്നമില്ല. ഇത് കാണുമ്പോൾ പുള്ളി അത് നിർത്തിക്കോളും. ഇത് കാണുമ്പോൾ പുള്ളി അത് നിർത്തിക്കോളും. അപ്പൊ എന്താണ്, അതാണ് ബീച്ചേട്ടൻ്റെ കംപ്ലൈന്റ്. അപ്പൊ അതെനിക്കത് സ്റ്റോപ്പ് ചെയ്യിക്കാൻ ഇതേ ഉള്ളൊരു മാർഗം. എന്റെ സാധനങ്ങൾ എന്റേത് മാത്രമാണ്. ഇത് ഞാനായിട്ട് കൊടുക്കും കേട്ടോ. അത് ഞാനായിട്ട് എല്ലാവർക്കും കൊടുക്കും. അത് അവർക്കൊക്കെ എല്ലാവർക്കും അറിയാം. ഇവിടെ ഞാനാണ് ഏറ്റവും കൂടുതൽ എല്ലാം ഇങ്ങനെ എനിക്ക് ഇത്തിരിയായിട്ട് കൊണ്ടുവരില്ല. പുള്ളി ഇത്തിരിയായിട്ട് കൊണ്ടുവന്നിട്ട് പുള്ളിക്ക് മാത്രമേ പുള്ളി കൊണ്ടുവരുള്ളൂ. അപ്പൊ പുള്ളി എടുത്ത് കഴിച്ചിട്ട് പുള്ളിയെ പാത്രം അടച്ചങ്ങ് വെക്കും. ഞാൻ കൊണ്ടുവരുമ്പോ ഞാൻ ബൾക്കായിട്ടാണ് കൊണ്ടുവരുന്നത്. കാരണം ഞാൻ കഴിക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഈ പുള്ളി എനിക്കുള്ളതല്ലല്ലോ അതിനകത്തുള്ളത്, കുറെ ഉണ്ടാവുമല്ലോ. പുള്ളിയും കഴിക്കും, പുള്ളി കൊടുത്തത് നിശ കൊണ്ടുവന്നതാ. ആ എന്നാ അപ്പൊ അത് എനിക്ക് കുറച്ച് വില കൂടിയ സാധനങ്ങളാണ് അതൊക്കെ. അപ്പൊ ഇതെല്ലാ ദിവസവും കൊടുക്കാൻ എന്നെ പറ്റില്ല. മതി കേട്ടോ. നമ്മുടെ മുടിയനെ കുറിച്ചുള്ള ഒരു ഓർമ്മ. മുടിയന്റെ അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഞാൻ പല സ്ഥലത്ത് വെച്ച് മുടിയൻ വണ്ടി ഓടിച്ചുകൊണ്ട് ഫോൺ നോക്കിക്കൊണ്ട് വണ്ടി ഓടിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. ചെല്ലുമ്പോ നല്ല അടി വെച്ച് കൊടുത്തേക്ക്. ഓ അത് അവനെപ്പോഴും വഴക്ക് പറയാനേ നേരുള്ളൂ. എപ്പോഴും ഞാൻ ഓരോ കാര്യങ്ങൾക്ക് വഴക്ക് പറയാൻ. അവന്റെ വണ്ടി കാണുമ്പോ ഞാൻ പറയാം, എടാ ഇതുകൊണ്ട് തൂക്കി വെക്കുന്നൊക്കെ ഞാൻ പറയാറുണ്ട് ചില സമയത്ത്. ഞാൻ അമ്മയ്ക്കൊരു മെസ്സേജ് അയക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. അവനോട് എന്താ പറയാ, മുടിയന്റെ കാര്യത്തില് അതുപോലെ തന്നെയാണ്. ഒരു ശ്രദ്ധയില്ല. മീൻസ് ഒരിക്കലും അഭിനയിച്ചോണ്ട് നിൽക്കുമ്പോ, ഒരു പ്രാവശ്യം അഭിനയിച്ചോണ്ട് നിൽക്കുമ്പോ ഞാൻ നോക്കുമ്പോ ഇത് പരിചയമുള്ള ഒരു ടീഷർട്ടാണല്ലോ അവനിട്ടിരിക്കണത്. അപ്പൊ അഭിനയിച്ചപ്പോ അപ്പോഴേ എനിക്ക് കത്തിയത്. പിന്നെ ഡയലോഗ് പറയണ്ടേ, ഇതും ശ്രദ്ധിച്ചിരുന്നാൽ പറ്റില്ലല്ലോ, എന്റെ ഡയലോഗൊക്കെ പറഞ്ഞു തീർക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ സീൻ എങ്ങനെയും കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, നീ ഇട്ടിരിക്കുന്ന ടീഷർട്ട് ആരുടെ? എന്താണ് ഇത്? നീ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ? ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ഇതെന്റെ അല്ലേ? അപ്പൊ പറഞ്ഞു, ഞാൻ രാവിലെ ഇട്ടിട്ട് വന്ന ടീഷർട്ട് അല്ലേ ഇത്? അമ്മയാണോ? ഏയ് എൻ്റെ അല്ലേ അമ്മ? നിങ്ങളുടെ ഇത് എന്റെയാണ്, ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ ഇട്ടിട്ട് വന്നത്, നീ കണ്ടില്ലേ? ആണോ? ഇതാണോ അമ്മ ഇട്ടുകൊണ്ട് വന്നത്? ഷേ ഞാൻ അറിഞ്ഞില്ലല്ലോ. ആ ഇനിയിപ്പോ എന്തായാലും ഞാൻ ഇട്ടുപോയില്ലേന്ന്. അത്രേ ഉള്ളൂ. അതായത് അത്ര പോലും ശ്രദ്ധയില്ല എന്നുള്ളതാണ്. അതായത് സ്വന്തം ഡ്രസ്സ് മാറി വേറൊരാളുടെ ഡ്രസ്സ് എടുത്ത് ഇട്ടിട്ട് പോലും അവൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. കൊള്ളാം. നമ്മുടെ ശിവാനിക്കുട്ടിയുടെ കോമഡികൾ, തഗ് കൗണ്ടർ മറുപടി, എന്റെ ഈശോ എന്തൊക്കെയാ പറയണേ. അത് ഒരു ഡയലോഗാണെന്ന് വെക്കാം. അല്ലാണ്ട് തന്നെ ശിവാനി ഒരു കുലുക്കിത്തക്കത്തിയാണ്. എന്ത് പറഞ്ഞാലും കുലുക്കുണ്ട്. ഇപ്പൊ എന്താ ശിവാനി എന്താണ്, എന്തിനാ അത് ചെയ്തേ? അങ്ങനെ ചെയ്യാമോ? നല്ലതാണമ്മ, നല്ലതല്ലേ? ഒരു 10 കുലുക്ക് കുലുക്കിയിട്ടായിരിക്കും. ഞങ്ങൾക്ക് കൊച്ചൊരു തലവേദന എടുക്കണില്ലേ? എപ്പോഴും ഇങ്ങനെ കുലുക്കി പറയാം. ഒരു 10 കുലുക്ക് കുലുക്കിയിട്ടായിരിക്കും ആൻസർ പറയണ. എന്നിട്ട് ഒരു ചിരിയുണ്ട്, വളിച്ച ചിരിയുണ്ട്. പറഞ്ഞ പോലെ കുരുത്തക്കേടൊക്കെ കണ്ടുപിടിക്കുമ്പോൾ ഉള്ള പോലത്തെ ഒരു ചിരിയല്ലേ. അതെ. നമ്മുടെ ലച്ചു
ലച്ചുവിന്റെ അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ അങ്ങനെ ഒന്നും ഇല്ല. ലച്ചുവിന് അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഇരിക്കണതാണ്. അവളെ ഫോണും കൂടെ എവിടെയെങ്കിലും കൂടി ഇരിക്കേണ്ട. പിന്നെ തണുപ്പാണ്, ആശാദിക്ക് എപ്പോഴും തണുപ്പാണ്. എവിടെ ഇരിക്കുമ്പോഴും ഒരു കമ്പിളി വേണം. പഠിക്കാനിരിക്കുമ്പോഴും ഒരു കമ്പിളിയുടെ ഉള്ളിലാണ്. ഇതിന്റെ ഉള്ളിൽ അത് ഉണ്ടോന്ന് പോലും തപ്പി നോക്കണം. സൗണ്ട് പുറത്തേക്ക് വരും, ആളെ കാണില്ല. ഇങ്ങനെ പഠിക്കാനിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പുറച്ചു കൂടി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ നമ്മള് സൗണ്ട് കേൾക്കാം, ആള് അതിനകത്ത് ഉണ്ടാവും. ചിലപ്പോ ഈ തുണി അങ്ങനെ കണ്ടാൽ ആളെ കാണില്ലല്ലോ, ആള് ഇത്തിരല്ലേ ഉള്ളൂ. കേശു പാവാണ്, ഭയങ്കര പാവാണ്. കേശു ഇവിടെ ഇല്ല, നോക്കണ്ട. കേശു ഭയങ്കര പാവാണ്. എന്ന് വെച്ചാല് അവന് ഭയങ്കര ശ്രദ്ധയാണ് എല്ലാ കാര്യത്തിലും. ഒരിക്കൽ പോലും അലസമല്ലാതെ പഠിക്കാണ്ടിരുന്ന ഒരു കുട്ടിയാവും മാത്രമേ ഉള്ളൂ. അവൻ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അവന് വ്യക്തമായ ബോധമുണ്ട്. എന്ത് കാര്യത്തിനാണെങ്കിലും അവന് അവൻ്റെതായ രീതിയുണ്ട്. പിന്നെ പാവം കൊച്ചാണ്. അതിനെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് കോമഡി ഒന്നും പറയാനില്ല. കോമഡിയൊക്കെ കാണിക്കരുത്, മണ്ടത്തരങ്ങൾ ഇഷ്ടം പോലെ. ഒരു അക്ഷരങ്ങളും നേരെ വരില്ല. ശാശ ശൂഷിയൊക്കെ വേറെയാണ് വരണത്. അക്ഷരങ്ങളൊന്നും കറക്റ്റ് അല്ല അവന്റെ. പാറുവിൻ്റെത് പാറു എന്താ ഞഞ്ഞാ മുഞ്ഞാ അതൊക്കെ തന്നെ. പാറുവിന്റെ ഒന്നുമില്ല കേട്ടോ. പാറുവിൻ്റെത് ഇങ്ങനെ കുറെ വികൃതികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടംപോലെ അവൾക്ക് എന്ത് സാധനം കിട്ടുമ്പോഴും പാക്കറ്റ് ആയിട്ട് കൊടുക്കണം. ഇപ്പൊ നമ്മളൊരു സാധനം ഒരെണ്ണായിട്ട് കൊടുക്കണം അവർക്ക് ഇഷ്ടമല്ല. എന്ത് കിട്ടിയാലും ഇവിടെ ഒരു വർഗീസേട്ടൻ ഉണ്ടായിരുന്നു. അങ്ങേര് വർഗീസ് വാപ്പളെന്നാ നമ്മൾ വിളിക്കുന്നത്. അങ്ങേര് പഠിപ്പിച്ചതാ. ഈ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുമല്ലോ, അപ്പൊ ഇവളുടെ അങ്ങനെ കൊടുത്ത് അവൾക്ക് ഇപ്പോഴും അവളുടെ വീട്ടിൽ ചെന്നാലും എന്ത് സാധനം അത് ആ ഒറ്റ പാക്കറ്റ് ആയിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ ഒറ്റ അറിയാ. എന്നിട്ട് അവൾ എല്ലാവർക്കും കൊടുക്കൂ. നമ്മളായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവൾ കൊടുക്കും. വാശി പിടിച്ച അവള് കൊടുക്കില്ല. അപ്പൊ നീലും പിള്ളേരും ബാലചേട്ടനും ഒക്കെ സന്തോഷമായിട്ടിരിക്കട്ടെ. നിഷ സാരെങ്കിലും സന്തോഷമായിട്ടിരിക്കട്ടെ. എല്ലാവിധ ആശംസകളും. മോളും സന്തോഷമായിട്ടിരിക്കട്ടെ. വീട്ടിലെ കുട്ടി സന്തോഷമായിട്ട് ആയിക്കോട്ടെ. താങ്ക് യു.